ബന്യോക്സ് എന്ന ചെറിയ ഗ്രാമത്തിൽ നടന്ന മരിയൻ ദർശനങ്ങളുടെ പരമ്പരയാണ് ആർ ലേഡി ഓഫ് ബന്യോക്സ് സൂചിപ്പിക്കുന്നത്. 1933 ജനുവരി 15 മാർച്ച് 2 ഇടയിലാണ് ഈ ദർശനങ്ങൾ നടന്നത്. ഈ ദർശനങ്ങളുടെ കേന്ദ്ര കഥാപാത്രം പരിശുദ്ധ കന്യാമറിയമാണ് മാരിയറ്റ് ബെക്കോ എന്ന പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടത്. എളിമയും ഭക്തിയുമുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലെ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മാരിയറ്റ് ബെക്കോ. അവൾക്ക് കന്യാമറിയം 8 തവണ പ്രത്യക്ഷപ്പെട്ടു. ബെക്കോ കുടുംബ വീടിൻ്റെ പൂന്തോട്ടത്തിലാണ് ഈ ദർശനങ്ങൾ നടന്നത്. ഏറ്റുമുട്ടലുകളിൽ പ്രാർത്ഥന, അനുതാപം, വിശ്വാസം എന്നിവയുടെ സന്ദേശം പരിശുദ്ധ ദേവമാതാവ് കൈമാറി. അവൾ പാവങ്ങളുടെ കന്യക എന്ന് സ്വയം തിരിച്ചറിയുകയും പ്രാർത്ഥിക്കാൻ ഇവിടേക്ക് ആളുകളെ വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. രോഗികൾക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായിരുന്നു ഓരോ ദർശനങ്ങളും ഊന്നൽ നൽകിയിരുന്നത്. ഈ സ്ഥലത്ത് ഒരു ചാപ്പൽ നിർമ്മിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടു. അത് പിന്നീട് നിർമ്മിച്ച് തീർത്ഥാടന കേന്ദ്രമായി മാറി. പാവപ്പെട്ടവരുടെ കന്യയുടെ ചാപ്പൽ എന്നാണ് ഈ ചാപ്പൽ ഇന്നും അറിയപ്പെടുന്നത്. 1949 പ്രാദേശിക ബിഷപ്പ് ദർശനങ്ങളെ ആധികാരികമായി അംഗീകരിച്ചു. ഈ സ്ഥലം ഒരു അംഗീകൃത തീർത്ഥാടന കേന്ദ്രമായി മാറി. ആത്മീയ ആശ്വാസവും രോഗശാന്തിയും വിശ്വാസത്തിൽ ആഴത്തിലുള്ള ബന്ധവും തേടുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ ലക്ഷ്യസ്ഥാനമായി ബന്യോക്സിലെ സങ്കേതം ഇന്നും നിലകൊള്ളുന്നു.